സാറായിട്ട് സിനിമയിൽ അഭിനയിക്കണം. സാറ് എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റായിട്ട് നാട് കിടന്നത് കാവ്യ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ +2 പഠനം കഴിയുന്നതോട് കൂടിയിട്ട് മമ്മയ്ക്ക് ഏകദേശം മനസ്സിലായി എനിക്ക് പഠിച്ച് മുന്നോട്ട് പോകാനുള്ള താല്പര്യമില്ല. അപ്പോൾ +2 പരീക്ഷയുടെ എക്സാം ഹോളിഡേയ്സിന്റെ സമയത്ത് മമ്മി എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നീ സാറിനെ പോയിട്ടൊന്ന് കണ്ടോ, കാരണം സിനിമയിൽ എന്തെങ്കിലും ഒരു പണി കിട്ടാതിരിക്കില്ല. അപ്പൊ ഞാൻ മമ്മീനോട് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മമ്മി അറിയാതെ കറുപ്പ് പാഡില് മോണാക്ടിന് ഫസ്റ്റ്, കഥാപ്രസംഗത്തിന് അങ്ങനെ കിട്ടിയ പേപ്പർ കട്ടിങ് ഒക്കെ ഒട്ടിച്ചിട്ടുള്ളൊരു സാധനം, അതും പിടിച്ച് ഞാൻ കൊടുങ്ങല്ലൂർക്ക് വണ്ടി കയറി. അവിടെ ചെന്ന് എനിക്കറിയാവുന്ന പിന്നെ കമൽസാറിന്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഓട്ടോറിക്ഷക്കാരൊക്കെ അവിടെ കൊണ്ടുവന്നാ. അവിടെ ചെന്ന് നോക്കിയപ്പോൾ സബൂർ ആൻറ്റിയാണ്. സബൂർ ആൻറ്റിയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ ചാക്കോച്ചേട്ടൻ്റെയും മരിയ ടീച്ചറുടെയും മോൻ പൊന്നാനിയിലുള്ളത്. അപ്പോൾ ടീച്ചർക്ക് ഓർമ്മ വന്നു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്. ഞാൻ മോണാക്ടിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, നാടകമൊക്കെ കളിക്കുന്നുണ്ട്, നാടകത്തിൽ ബെസ്റ്റ് ആക്ടറൊക്കെ ആയിട്ടുണ്ട്. എനിക്ക് സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കാൻ. എനിക്ക് സാറ് ഇവിടെ ഇല്ലല്ലോ, സാറ് എറണാകുളത്തോ ഷൂട്ടിങ്ങിനാ. അങ്ങനെ പറഞ്ഞു, നമ്പർ എന്തെങ്കിലും തന്നാൽ ഞാൻ വിളിച്ചു നോക്കായിരുന്നു. അപ്പോൾ വീട്ടിലെ നമ്പർ തന്നു. പിന്നീട് ഞാൻ തിരിച്ചു പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ നമ്പറിലേക്ക് വിളിച്ചു നോക്കുമ്പോഴൊക്കെ സബൂർ ആൻറ്റിയാണ് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിലുള്ള വേറെ ആരും. എന്നിട്ട് സാറ് വിടില്ല എന്ന് തന്നെ പറഞ്ഞു. പരീക്ഷയാണെങ്കിൽ തുടങ്ങാറുമായി. പരീക്ഷയിൽ എന്തായാലും നമുക്ക് പാസ്സാവുമെന്നുള്ളത് ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ കൊല്ലവും വർഷാവസാനം പരീക്ഷ തുടങ്ങാറാകുമ്പോൾ ആലോചിക്കുന്ന സാറിനെയാണ്, സിനിമയിൽ കമൽ സാറുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. കാരണം നമുക്ക് പൊന്നാനിയിൽ ജനിച്ചു വളർന്ന ഒരു പയ്യനെ സംബന്ധിച്ച് കൊച്ചി അല്ലെങ്കിൽ മദ്രാസിലുള്ള സിനിമ എപ്പോഴും തിയേറ്ററിലാണ് അടുത്ത് വരിക, അല്ലാതെ സിനിമ ലോകത്തിലേക്ക് കടക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോഴാണ് ഈ ചെറിയ ചെറിയ ഇന്റർവ്യൂസ്, ഗൃഹലക്ഷ്മി, വനിത, മഹിളാരത്നത്തിലൊക്കെ വരുന്ന ലാലുച്ചേട്ടൻ്റെ അല്ലെങ്കിൽ അബുചേട്ടൻ്റെ, ദിലീപേട്ടൻ്റെ ഒക്കെ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ കയറി കമലിൻ്റെ എന്നുള്ളൊരു ഐഡിയ. ഈ കമൽ സാറാണല്ലോ എൻ്റെ ചെറുപ്പത്തിൽ അവിടെ വീടിൻ്റെ അടുത്ത് ആലപ്പടിയിൽ താമസിച്ചിരുന്നത്. വെറുതെ ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുന്ന ആളല്ല സാറ്, ഗുഡ് ഡേ ബിസ്കറ്റ് ആയിട്ട് വരുമെന്ന്. അപ്പൊ ഞാൻ അബുജി ഉമ്മച്ചി എന്നാണ് വിളിച്ചിരുന്നത്, പപ്പിലു ആണെങ്കിൽ ഡാഡിയും മമ്മിയും, അങ്ങനെയാണ് പിള്ളേര് വിളിക്കുക. അപ്പോ ഞാൻ നോക്കുമ്പോ സാറ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, കയ്യിൽ ഗുഡ് ഡേ ബിസ്ക്കറ്റും ഉണ്ട്. പിന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നപ്പോഴല്ല മനസ്സിലായി ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണ് അവിടെ കൊടുക്കുന്നത്. ലൊക്കേഷനിൽ വന്നപ്പോൾ നമ്മളുടെ ലൊക്കേഷനിൽ ഞാൻ കാണുമ്പോൾ സാറിന് ഗുഡ് ഡേ ബിസ്ക്കറ്റ്, ഞങ്ങൾക്ക് ക്രാക്ക് ജാക്ക്. അപ്പൊ മനസ്സിലായി ഇത് എവിടെ വെറുതെ പറയാം. അപ്പോ അങ്ങനെ എവിടെ ഞാൻ പറഞ്ഞു നിർത്തിയ അതല്ല, അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ വേണ്ടിട്ട്. അപ്പോ ഡയറക്ടർ ആവാൻ വേണ്ടി അസിസ്റ്റന്റ് ആവാം, പക്ഷെ എനിക്ക് ഉള്ളിൽ ആഗ്രഹം അഭിനയിക്കാനുള്ളതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നോക്കിയിട്ട് സിനിമയില് ആക്ടർ ആവാൻ ചാൻസ് ചോദിക്കാന്നല്ലാതെ വേറൊരു വഴി കാണുന്നില്ല. ആ ഇടയ്ക്കാണ് ദിലീപ് ഏട്ടൻ്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു തുടങ്ങി. കമൽ സാറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി കയറി പറ്റി, നടനായി, നായകനായി. അപ്പോഴാണ് എനിക്ക് ഈ ഐഡിയ കിട്ടിയത്. അപ്പൊ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയ നടനാവാം, ഡയറക്ടർ മാത്രമല്ല. അപ്പൊ അതൊക്കെയാണ് എല്ലാ കൊല്ലവും കൊല്ല പരീക്ഷയുടെ സമയത്ത് നമ്മൾ ആലോചിക്കണത്, അല്ലെങ്കിൽ നമുക്ക് ഊർജ്ജം തരുന്നത്. അങ്ങനെ കഷ്ടി ജയിച്ച് 9ാം ക്ലാസ്സിൽ മാത്രമേ 2 വർഷം പഠിച്ചു. ആ കൊല്ലങ്ങൾ അങ്ങനെയായിരുന്നു. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് തന്നെ മാറ്റി മലയാള മീഡിയത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒന്നുകൂടി പഠിക്കണം, എല്ലാം രസാഗു എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് പഠിക്കേണ്ടല്ല. അപ്പൊ മലയാളം അറിയില്ലാന്ന് മനസ്സിലായി, ഇംഗ്ലീഷ് അറിയില്ലാന്ന് മനസ്സിലായി. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +1 +2 കഴിഞ്ഞ് ഞാൻ ഇതിന്റെ ഇടയിൽ 7ാം ക്ലാസ്സിലൊരു സംഭവം ഉണ്ടായി. സാറ് നവരത്ന ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് പൊന്നാനിയിൽ വീണ്ടും വന്നപ്പോ ഞാൻ സാറിനെ കാണാൻ പോയി. സ്റ്റേജിന്റെ പിന്നിൽ കൂടെ പരിപാടി നടക്കുന്ന ഫ്രണ്ടിൽ കൂടെ കയറി വരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് സാറിനെ തോന്നി, സാറേ ഞാൻ ഷൈൻ ചാക്കോച്ചേട്ടന്റെയും മല്ലി ടീച്ചറുടെയും മോൻ ആലപ്പടിയിലുണ്ടായിരുന്നു. അപ്പൊ സാറ് എന്താ കാര്യം? അല്ല, എനിക്ക് ഡാഡി കാലിൽ ആണി കുത്തി, തുരുമ്പ്
കയറി ആകെ പോയ്സണായിട്ട് അല്ല എന്താ പറയാ ടെറ്റ്നസ് ആയിട്ട് കിടക്കുകയാണ്. സാറിനൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സാറ് ചെറിയ പയ്യനല്ലേ 7ാം ക്ലാസ് പഠിക്കണം. സാറ് സ്വഭാവം ഉണ്ടായിരുന്നു. രണ്ടുപേരും കൂടി വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ മമ്മീനെ കൊണ്ട് എനിക്ക് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു ചാൻസ് വാങ്ങി തരണമെന്ന് പറഞ്ഞു. അന്ന് അഴകിയ രാവണൻ റിലീസ് ചെയ്തു. പിന്നെ സാറിന്റെ ആദ്യം മുതലുള്ള ഉണ്ണികളെ ഒരു കഥ പറയാൻ മുതൽ എല്ലാം കുട്ടികളെ എനിക്ക് കാണാം. അപ്പൊ കുട്ടികൾക്കും അവസരം കൊടുക്കുന്ന ഒരാളാ, അല്ലെങ്കിൽ കുട്ടികൾ കൂടുതലായിട്ട് അഭിനയിക്കാൻ ഇടയുള്ള ഒരു ചിത്രമാണ് സാർ എടുക്കുന്നത് മനസ്സിലായി. അഴകിയ രാവണൻ അന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ കാവ്യയുടെ കുട്ടിക്കാലം, മമ്മൂക്കയുടെ കുട്ടിക്കാലം, ശ്രീനിയുടെ കുട്ടിക്കാലം, ഫുൾ കുട്ടിക്കാലം. കുട്ടിക്കാലങ്ങളിൽ അന്ന് മമ്മൂക്ക ഉമ്മ വെച്ചിട്ടാണല്ലോ പ്രസിഡന്റായിട്ട് നാട് കിടത്തുന്നത് കാവ്യ ചെറുപ്പത്തിൽ. അപ്പൊ അങ്ങനത്തെ സീൻസ് കുട്ടികൾക്ക് കിട്ടും. ഓക്കെ, വിചാരിച്ചിട്ടായിരിക്കണം. ഞാൻ വീട്ടിൽ വിളിച്ചു കൊടുത്ത് സാറും സുഖാവിക്കും ചായ കുടിച്ചു. അപ്പൊ സാറിനോട് മമ്മി പറഞ്ഞു നീ പറയാനുള്ളത് പറയാൻ പെട്ടെന്ന് എന്താ പറയാനുള്ള ഓട്ടോഗ്രാഫ്. അപ്പൊ സാറ് തന്നെ എനിക്ക് തന്ന പ്രോഗ്രാമിന്റെ ആ കാർഡ് ഞാൻ സാറിന് കൊടുത്തു. സാർ അതിൽ സ്നേഹപൂർവ്വം കമലിന് എഴുതി. ഞാൻ ഇന്ന് ഓട്ടോഗ്രാഫ് എഴുതുന്നത് അങ്ങനെയാ, സ്നേഹപൂർവ്വം ഷൈൻ. പേര് മാറ്റും. സാറ് വണ്ടി എടുത്ത് പോവാന്ന് പറയുമ്പോ ഞാൻ മമ്മീനോട് മമ്മി പറഞ്ഞ എനിക്ക് അഭിനയിക്കണമെന്ന് പറയാം. അപ്പൊ മമ്മി പറഞ്ഞു നിനക്ക് അഭിനയിക്കണം, നീ പറഞ്ഞോ. സാറ് കീറിട്ടപ്പോ ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞു സാറേ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം. സാറ് എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് വണ്ടി എടുത്തിട്ട് പോയി. ഞാൻ പറഞ്ഞു ഇതപ്പോ എന്താ പരിപാടി? സാധാരണ നമ്മൾ കേട്ടിട്ടുണ്ട് വിളിക്കാട്ടോ എന്ന് പറയുന്നു. ഇതിപ്പോ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷമാണ് ഞാൻ പിന്നെ +2 കാണാൻ പോയത്. സെബുറാൻഡിയുടെ ഫോൺ നമ്പർ വാങ്ങിയത്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് മുന്നേ ഞാൻ ഒന്നും കൂടി സാറിനെ കാണാൻ മമ്മീനോട് പറഞ്ഞു. സാറ് എറണാകുളത്തേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ നമ്പർ ഇട്ടോ ഇത്. അങ്ങനെ എറണാകുളത്തേക്ക് കയറി വന്നു. ലൊക്കേഷനിലെത്തിയപ്പോൾ അന്ന് ഗ്രാമഫോണിന്റെ ഷൂട്ട് കിടക്കും, ദിലീപേട്ടൻ്റെയും നീരജാസിൻ്റെയും ഒക്കെ. അവിടെ ചെന്നപ്പോൾ എനിക്ക് പന്തി എല്ലാം തോന്നി. ആദ്യമായിട്ടാണ് ഞാൻ ലൊക്കേഷൻ കണ്ടത്. എൻ്റെ കൈയും കാലം മറിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ ചാൻസ് വഹിക്കണ പോലെ ഓണാക്ട് കളിക്കണ പോലത്തെ പരിപാടിയല്ലല്ലോ. ഇത്രയും ആൾക്കാർ, ലൈറ്റും ബഹളും, ഇതിൻ്റെ ഉള്ളിൽ എന്തഭിനയിക്കാനാണ്? ഞാൻ സാറിനെ നോക്കിയുള്ള സാറ് ലിഫ്റ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. ഒരു കൂട്ടം ആൾക്കാർ എന്താന്ന് വ്യക്തമല്ല. അപ്പം ഞാൻ ആ കൂട്ടത്തിൻ്റെ കൂടെ ഹൈറ്റ് ഓർഗനൈസർ എൻ്റെ ഉള്ളിൽ കയറി പറ്റി നോക്കുമ്പോൾ ലിഫ്റ്റ് അടഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ സുഖമായിട്ട് ഇപ്പുറത്ത് അത്യാവശ്യം തടി കമൽ സാറ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ സാറേ ഞാൻ ചാക്കോ ചേട്ടൻ്റെ മോൻ കാരണം ടീച്ചറിനെ ആലപ്പടിയിലുള്ളത്. നീ എന്താ ഇവിടെ? അല്ല സാറേ എനിക്ക് സാറിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യണം. എനിക്ക് പരീക്ഷ ഉണ്ട്. കാരണം പപ്പുലുവിന് പരീക്ഷ എന്നുള്ളത് അറിയാം. +2 പോയി പരീക്ഷ എഴുതിയിട്ട് വാന്ന് പറഞ്ഞു. അത് കേട്ടത് ഞാൻ പിന്നെ അവിടെ നിന്നില്ല. ഞാൻ പോയി പരീക്ഷ എഴുതിയിട്ട് വാ എന്നുള്ള വാക്കിലാണ് ഞാൻ പിടിച്ചത്. ഒറ്റ പോക്ക് പോയി വീട്ടിലെത്തി. മമ്മിയെ റെഡി ആയിട്ടുണ്ട്, അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും സാറിനെ സിനിമയിൽ എടുത്തിട്ടുണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ. മമ്മി പെട്ടെന്ന് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊന്നും മൊബൈൽ ഫോണൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഭാഗ്യം. പിന്നീട് ഞാൻ കാത്തിരിപ്പ്. കാരണം അടുത്ത പടം ആവണ്ടേ, അടുത്ത പടമാകുമ്പോൾ വാങ്ങാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പടം ഷൂട്ടിങ് നടക്കുന്നുണ്ട്. അങ്ങനെ ഏതാണ്ട് ആ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ, അതായത് റിസൾട്ട് കാത്തിരിക്കുന്ന സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പണി വേണം. അതിന് മുന്നേ എന്തെങ്കിലും സെറ്റാവും.